തുടരുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കുന്നു. നിരീക്ഷകരെ നിശ്ചയിക്കും. തമിഴ്നാട്ടിൽ TVKക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരവിന്ദ്, ആരായിരിക്കും ഇവിടെ നിരീക്ഷകരായി എത്താൻ പോകുന്നത്? കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് AICC നിശ്ചയിക്കുന്ന 2 നിരീക്ഷകർ കേരളത്തിലെത്തുകയും MLA-മാരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അവർ ആരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ആരെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ TVKയുടെ വലിയ വിജയത്തിൽ വിജയിയെ രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിച്ചിരുന്നു. 10 സീറ്റാണ് വിജയ്ക്ക് അല്ലെങ്കിൽ TVKക്ക് അധികാരത്തിലെത്താൻ തമിഴ്നാട്ടിൽ ഇനി ആവശ്യമായിട്ടുള്ളത്. അവിടെ 4-5 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലുമുള്ള തീരുമാനം ഇന്നത്തെ ഈ നിർണായക യോഗത്തിൽ ഉണ്ടാകുമല്ലോ. എന്താണ് ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയിട്ടുണ്ട്. 2 മണിയോടുകൂടി ഡൽഹി വിമാനത്താവളത്തിൽ KC വേണുഗോപാൽ എത്തുമെന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം നേരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോകും. അവിടെ വച്ചായിരിക്കും നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തുക. പ്രധാനമായും 2 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ അജണ്ടയിൽ വരുന്നത്. അത് കേരളത്തിലെ നിരീക്ഷകരെ നിയമിക്കുക. കാരണം കേരളത്തിലൊരു മിന്നും വിജയം UDF സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിരീക്ഷകരെ നിയോഗിക്കുക. പ്രധാനമായും ചില മുതിർന്ന നേതാക്കളെ ആയിരിക്കും നിരീക്ഷക പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ആദ്യം കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തുക. ഇതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിച്ച ഇപ്പോഴുണ്ടായിരിക്കുന്ന വിജയം അത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 3 പേരുകൾ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നിരീക്ഷകരെ തീരുമാനിക്കും. ഇതിനു പുറമെ തമിഴ്നാട്ടിലെ സാഹചര്യം, കാരണം TVK അവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും 10ഓളം MLA-മാരുടെ പിന്തുണ അവിടെ TVKക്ക് ആവശ്യമാണ്. കോൺഗ്രസിന് ഇതിനോടൊപ്പം തന്നെ സഖ്യത്തിന് വേണ്ടി TVK വിളിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിജയവുമായി സംസാരിച്ചിരുന്നു. ഈ വിജയത്തിൽ യുവാക്കളുടെ പങ്കടക്കം രാഹുൽ ഗാന്ധി പ്രശംസിക്കുകയും ചെയ്തു. അപ്പോൾ TVK തമിഴ്നാട്ടിൽ പിന്തുണയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാകുന്നത്. ഒരു 4 മണിയോടുകൂടിയായിരിക്കും കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ ഈ യോഗം ചേരുക. എന്തായാലും KC വേണുഗോപാൽ 2 മണിയോടുകൂടി ഡൽഹിയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും വിദേശ പര്യടനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. എന്തായാലും അതിവേഗം ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ TVK പിന്തുണയ്ക്കുന്ന കാര്യത്തിലും ചർച്ചകളാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ നടക്കുക. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് ഇനി അറിയാനുള്ളത് ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതാണ്. അത് കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് പരിശോധിക്കാൻ പോകുന്നത് MLA-മാർ, ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണെന്നതാണ്. 3 പേരുകൾ സജീവമായി നമ്മുടെ മുന്നിലുണ്ട്. അത് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടേതാണ്. ആർക്കാണ് MLA-മാരുടെ പിന്തുണയുള്ളത് എന്ന കാര്യത്തിലായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. അതിൽ 2 നിരീക്ഷകർ കേരളത്തിലേക്ക് വരാൻ പോകുന്ന ആ നിരീക്ഷകരെ നിശ്ചയിക്കുന്ന നിർണായകമായ യോഗമാണ് ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ പോകുന്ന TVKയ്ക്കൊപ്പം ചേരണമോ, അതിൽ എന്ത് നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കണം എന്ന കാര്യത്തിലുമുള്ള സുപ്രധാനമായ തീരുമാനം ഇന്ന് ഡൽഹിയിൽ ചേരാൻ പോകുന്ന യോഗത്തിൽ നടക്കാൻ പോകുന്നു. PR അരവിന്ദ് ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.